السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. قال أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم: إن لله أهلين من الناس. قيل يا رسول الله من هم؟ قال: هم أهل القرآن അഹ്ലുല്ലാഹി വഖാസ്സതുഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി: ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. തീർച്ചയായും അള്ളാഹുവിന് ജനങ്ങളിൽ നിന്നും ചില കുടുംബക്കാരുണ്ട്. ഖീല യാ റസൂലല്ലാഹ് മൻ ഹും. സ്വഹാബാക്കള് ആകാംക്ഷയോടുകൂടി നബി തങ്ങളോട് അതാരാണെന്ന് ചോദിച്ചു. നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിന് ഇണയില്ല, അള്ളാഹുവിന് സന്താനങ്ങളില്ല, അള്ളാഹുവിന് ഉമ്മയോ ഉപ്പയോ ഇല്ല, കൂട്ടുകുടുംബങ്ങളില്ല, അള്ളാഹു ഏകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കുടുംബക്കാർ ആരാണെന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു: ഹും അഹ്ലുൽ ഖുർആൻ. അത് ഖുർആനിൻ്റെ ആളുകളാണ്. ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുകയും അതിനെ പഠിക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ അതിനെ ജീവിതത്തിലെ വഴികാട്ടിയായും മാർഗദർശിയുമായൊക്കെ തിരഞ്ഞെടുത്ത ആളുകളാണവർ. അഹ്ലുല്ലാഹി വഖാസ്സതുഹു. അത്തരത്തിലുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ കുടുംബക്കാർ എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആളുകളാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. നമുക്കിടയിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ഭൗതികമായ സ്ഥാനമാനങ്ങളുള്ള ഒരാളുടെ ആളാണെന്ന് പറയാൻ അതിൽ നമ്മൾ അഭിമാനം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ നമുക്ക് അഭിമാനം തോന്നേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെടുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാനും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളായി തീരാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കുമെന്ന്, നമുക്ക് എളുപ്പമാണെന്ന് പരിശുദ്ധമായ റമളാനോടുകൂടി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സുബഹി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസമുള്ള സമയമാണ്, ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമ്മൾ ഈ ഒരു മാസക്കാലം തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്ത് എണീക്കുകയും അത്താഴം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ നമസ്കാരം നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് നിർബന്ധമായ നമസ്കാരമായിരുന്നു രാത്രി എണീറ്റിട്ടുള്ള നമസ്കാരം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു മാസക്കാലം പ്രാവർത്തികമാക്കുന്നുണ്ട്. അത് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇടക്ക് നമസ്കരിക്കുകയോ അല്ലെങ്കിൽ അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ വിട്ടുപോകുന്ന നമസ്കാരമാണ് രാത്രിയിലുള്ള വിത്ർ നമസ്കാരം. വിശുദ്ധമായ റമളാനിൽ നമ്മൾ വിത്ർ നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ദീർഘമായി ഒരുപാട് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. അതും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ റമളാനിൽ തിരിച്ചറിയുകയാണ്. റമളാനിൽ ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കണമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും 20 പേജെങ്കിലും ഓരോ ദിവസവും പാരായണം ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വിസ്മരിച്ചു കളയുന്ന ഒന്നാണ്. അതിനെയും നമ്മൾ ഈ റമളാനിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടി ഇനിയുള്ള കാലം ആ ഒരു നന്മയെയും തുടർത്തിക്കൊണ്ടുപോകുമെന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യണം. അതുപോലെ നിരന്തരമായി നമ്മൾ സ്വതക്കകൾ നൽകുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാസമാണ്. അത് റമളാനിലും അതല്ലാത്തപ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അമലുകളാണ് ഇവയോരോന്നും. ഈ ഒരു പരിശുദ്ധമായ റമളാനിന്, ഈ ഒരു മാസത്തിൽ ഖുർആനിൻ്റെ ഈ കൽപ്പനകൾ
ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം നമുക്ക് പ്രോത്സാഹനം നൽകാനും നമ്മളെ നന്മകളിൽ പ്രചോദിപ്പിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠതയ്ക്ക് നിദാനമായ പരിശുദ്ധമായ ഖുർആൻ തുടർന്നുള്ള റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ മാറ്റങ്ങൾ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. പരിശുദ്ധമായ ഖുർആൻ ഏത് സമയത്തും ഏറ്റവും നേരായതിലേക്കാണ് വഴി കാണിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ഘട്ടങ്ങളിൽ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും ഖുർആനിൻ്റെ പാരായണവും പഠനവും നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പിനെയും നമസ്കാരങ്ങളെയും സദഖകളെയും സക്കാത്തിനെയും എല്ലാ നന്മകളെയും അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമളാനുകൾ കണ്ടുമുട്ടുവാനും അതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.